ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് മല്ലിയില ചട്നി പരിചയപ്പെടാം. തുളസി ഇല പോലെ മല്ലിയിലയും ഒരു ഔഷധമാണ്. തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണ് മല്ലിയില. മല്ലിയിലയുടെ പച്ചച്ചുവ ഇഷ്ടമില്ലാത്തവർക്കും ഈ ചട്നിയുടെ ടേസ്റ്റ് ഇഷ്ടമാകും. അപ്പോൾ ചട്നിക്ക് ആവശ്യമായ സാധനങ്ങൾ: മല്ലിയില 1 കെട്ട്, സവാള 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം, തക്കാളി 2 എണ്ണം, തേങ്ങ 1 കപ്പ് പൂളിയെടുത്തത്. കടുക് വറുക്കാൻ ആവശ്യമായ സാധനം: കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ഉഴുന്ന്, ഉപ്പും എണ്ണയും ആവശ്യത്തിന്. സ്റ്റൗവിലേക്ക് കടായി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി എന്നിവയിട്ട് വഴറ്റണം. വേഗം വഴന്നു കിട്ടാൻ ലേശം ഉപ്പിടുക. അതിനുശേഷം മല്ലിയിലയിട്ട് ഇളക്കണം. തക്കാളിയും ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. മിക്സിയിൽ തേങ്ങ പൂളിയതിട്ട് പൊടിച്ചെടുക്കുക. മല്ലിയില കൂട്ട് തണുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ഇട്ട് വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കണം. അതിനുശേഷം സ്റ്റൗവിലേക്ക് കടായി വെച്ച് എണ്ണയൊഴിച്ച് കടുക് വറുക്കാം. ഉഴുന്നുപരിപ്പ് ചേർത്ത് ചുവന്നു വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് വഴറ്റുക. ഞാനിവിടെ ചട്നിക്ക് നിറം കിട്ടാനായി ലേശം കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അരച്ചു വെച്ച മല്ലിയില കൂട്ട് ഇതിലേക്കിട്ട് നന്നായി വഴറ്റുക. ആവശ്യമെങ്കിൽ ഉപ്പും എണ്ണയും ചേർക്കാം. നിറയെ ചോറുണ്ണാൻ ഈ ചട്നി മാത്രം മതി. ജലദോഷമുള്ളപ്പോൾ ഈ ചട്നി കൂട്ടി ചൂട് കഞ്ഞി കുടിക്കാം. തേങ്ങയില്ലാതെ അരച്ച് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ച് നന്നായി വഴറ്റിയെടുത്താൽ ഇത് ഒരാഴ്ച വരെ കേടാകാതെ ഇരിക്കും. വഴന്നു കഴിയുമ്പോൾ കപ്പിലേക്ക് പകർന്ന് വിളമ്പാം. അപ്പോൾ കൂട്ടുകാരെ, രുചികരമായ ഈ ചട്നി ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ. ബൈ, വീണ്ടും കാണാം.